ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൗറാംസ് കുക്ക് ഹൗസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. നമ്മുടെ കേരളത്തിന്റെ തനത് ഭക്ഷണ പദാർത്ഥമാണ് കൊള്ളി. കപ്പ, മരച്ചീനി, പൂള എന്ന് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന കൊള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു രുചികരമായ 4 മണി പലഹാരവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ടാപ്പിയോക്ക വെജി ബോൾസ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. മഴക്കാലത്ത് നല്ല ചൂടൻ ചായയും ഈ ടാപ്പിയോക്ക വെജി ബോൾസും കൂടി കഴിക്കുമ്പോൾ സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ അന്തസ്. എങ്ങനെയാന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എങ്ങനെയാണ് ടാപ്പിയോക്ക വെജി ബോൾസ് ഉണ്ടാക്കുന്നത് നോക്കാം. വരൂ. അപ്പോൾ നമ്മുടെ ടാപ്പിയോക്ക വെജി ബോൾസിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ടാപ്പിയോക്ക തന്നെയാണ്. 1 കിലോ ടാപ്പിയോക്ക, കൊള്ളി, കപ്പ, പൂള, മരക്കിഴങ്ങ്, അങ്ങനെ പല പേരിൽ പല സ്ഥലങ്ങളിൽ അറിയണത്. കൊള്ളി എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കൊള്ളി ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊക്കെ ഉള്ളത്. പിന്നെ വെജി ബോൾസ് എന്നാണ് നമ്മൾ പറയണത്. അപ്പം മെയിൻ വെജിറ്റബിൾസ് തന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 100 ഗ്രാം ബീൻസ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. സവോള ഒരു 3 സവോള ചെറുതായി അരിഞ്ഞത്, അതേപോലെ ഒരു 100 ഗ്രാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇതൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത് അരിപ്പൊടി. നമ്മൾ ഇതിനൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ടാപ്പിയോക്ക വെജി ബോൾസിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കൊള്ളി നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ഇതിനൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിപ്പോ അരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്കതങ്ങനെ കടിക്കില്ല. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കൊള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ 4 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എടുത്തു വെച്ചത് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് അരയ്ക്കാൻ പോകുകയാണ്. വെള്ളം ഒഴിക്കണ്ട. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം ഇതിനെ അരച്ചെടുക്കാൻ. അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊള്ളി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. പക്ഷെ ഇത് അരയ്ക്കുമ്പോൾ തന്നെ കൊള്ളി ഇങ്ങനെ വെള്ളമുള്ള ഒരു കിഴങ്ങായത് കാരണം അതിൽ വെള്ളം വരുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ്, സവോള, ക്യാരറ്റ്, മല്ലിയില എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇട്ട് ഇളക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ മുളക് ചേർത്ത് അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. പക്ഷേ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നല്ല പോലെ ഇതൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയിട്ടും ഈ മാവിന് ഒരു വെള്ളമയം ഉണ്ട്. അപ്പൊ ഇനി കുറേശ്ശെ ആയിട്ട് നമ്മുടെ അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ഇടാം, അല്ലെങ്കിൽ റവ ചേർക്കാം, മൈദ ചേർക്കാം, കടലമാവ് ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഓപ്ഷണൽ ആണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടാപ്പിയോക്ക വെജി ബോൾസിനുള്ള മാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നല്ലപോലെ എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നല്ലപോലെ ക്രിസ്പ് ആവാൻ ഒന്ന് വെന്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ആയിട്ടില്ല, നല്ലപോലെ ക്രിസ്പ് ആവണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ സൈഡൊക്കെ വേഗം വെന്ത് പോകും, കരിഞ്ഞു തുടങ്ങും, അതിൻ്റെ ഉൾഭാഗം വേവില്ല. അത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് വാരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ടോപ്പിയോക്ക വെജി ബോൾസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾസ് ഒക്കെ നമ്മളിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. നമുക്ക് ഇനി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.